എന്നാ ഞാൻ മാറിയേക്കാം. പക്ഷെ നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്തേട്ടാ പറ. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്നെ ഫോൺ വിളിച്ചു പറയണം. അതിന് ഏട്ടന്റെ ഫോൺ സ്വിച്ച് ഓഫ് അല്ലേ? ഞാൻ അഞ്ജുനെ വിളിച്ചോളാം. ശരി ഏട്ടാ. എൻ്റെ സ്വന്തം അനിയനും അമ്മക്കും കൂറ് അവളോടാ. അഞ്ജു, നിനക്കെങ്കിലും എന്നോട് മനസ്സിലായല്ലോ. ഏട്ടൻ ഇപ്പൊ പോയിക്കോ, ആരും കാണണ്ട. അമ്മേ, അച്ഛൻ എവിടെ പോയതാ? അച്ഛൻ വരും മോനെ. അവിടെ കുഞ്ഞമ്മ പറയുന്ന കേട്ട് അച്ഛനും അമ്മയും വഴക്കായിട്ട് അച്ഛൻ എന്തോ ചെയ്തെന്ന്. അങ്ങനെയൊന്നുമില്ല മോൻ, ആര് പറയുന്നത് കേൾക്കണ്ട കേട്ടോ. ചേച്ചി എവിടെ? അവൾ ഇന്ന് കണ്ടില്ലല്ലോ. ഏതോ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിരുന്നു പറഞ്ഞു. ഫ്രണ്ടിന്റെ വീട്ടിലോ? ഏത് ഫ്രണ്ടിന്റെ? അതൊന്നും അറിയില്ല, ഏതോ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിന്ന് പറഞ്ഞു. അവൾ എപ്പോഴാ പോയത്? കുറച്ചു നേരമായി. കുറച്ചു നേരോ? ഹലോ, ഞാൻ മാളവികയുടെ അമ്മയാണേ. മാളു അങ്ങോട്ട് വന്നിട്ടുണ്ടോ? അല്ല, അങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞ് ഇറങ്ങിയിരുന്നു. ശരി. അവളവിടെ എത്തിയിട്ടില്ലല്ലോ. ഹലോ, മാളവികയുടെ അമ്മയാണേ. അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് വീട്ടിലേക്ക് വിളിച്ചു. അവൾ അവിടെ ഒന്നും ചെന്നിട്ടില്ല. നീ വന്നേ. അമ്മ, പ്രകാശനോടെ? പ്രകാശ, പ്രകാശ. എടാ, മാളു ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോണെന്ന് പറഞ്ഞ് പോയതാ. ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. ഏത് ഫ്രണ്ട്? അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെയൊക്കെ ഞാൻ വിളിച്ചു നോക്കി, പക്ഷെ കൊച്ചു അവിടെ ഒന്നും എത്തിയിട്ടില്ല ഇതുവരെ. എങ്ങോട്ടാ പോയെന്ന് എനിക്ക് അറിയില്ല. പ്രകാശ, നീ ടെൻഷൻ അടിക്കാതാവണി, നമുക്ക് അന്വേഷിക്കാം. അച്ഛന്റെ അമ്മയുടെയും വഴക്ക് കാണാൻ വയ്യാതെ അവളെവിടെയെങ്കിലും പോയി കാണും. നിന്നെപ്പോഴാ ആരെ വിളിച്ചേ? എനിക്കൊരു കാര്യം പറഞ്ഞൂടെ? ഇന്നലെ ചേച്ചി എന്നോട് പറഞ്ഞിട്ടായിരുന്നു അച്ഛനും അമ്മയും ഭയങ്കര എപ്പോഴും വഴക്കാണെന്ന്. നമ്മൾ എങ്ങോട്ടെങ്കിലും മാറിയെന്ന് കോംപ്രമൈസ് ആയാലേ തിരിച്ചു വരുള്ളൂ എന്ന് വിളിച്ചു പറഞ്ഞാലോ എന്ന്. കേട്ടില്ലേ? അഞ്ജു പറഞ്ഞാലാ കുഴപ്പം. പാവം പിള്ളേര് എന്തോരം വിഷമിച്ച് കാണും. ഇതുപോലെ തന്നെയായിരിക്കും മോഹനേട്ടനും. വിഷമിച്ചിട്ടാവും വരാത്തത്. എന്റെ അഞ്ജു, ഇവിടെ എല്ലാവരും ഇത്ര വിഷമിച്ചിരിക്കുമ്പോ ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ? സാധാരണ രീതിയിൽ ശരിയല്ലേ ചേച്ചി? പക്ഷെ ഇവിടെ എല്ലാം വരുത്തി വെക്കുന്നതാ, അതുകൊണ്ട് പറഞ്ഞു പോയതാ. നാളെ അവനിക്ക് പരീക്ഷയാണ്. മോഹനെ കാണാനില്ല. ഇപ്പൊ അതേ മാളൂനെ. എനിക്ക് തോന്നുന്നു അവർക്ക് രണ്ടുപേർക്കും ആവണി പരീക്ഷയ്ക്ക് പോകണം താല്പര്യം ഇല്ല എന്നുള്ളതാ. ഒരിക്കലും അല്ലേ ചേച്ചി. മാളു എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അമ്മയ്ക്ക് ഗവൺമെന്റ് ജോലി വാങ്ങി കാണണമെന്ന്. ഞാനിപ്പോഴും കരുതുന്ന മോഹൻ മാറിയിരിക്കുവാന്നുള്ളതാ. മാള് ചിലപ്പോൾ മോഹനെ അന്വേഷിച്ച് പോയതാണെങ്കിലോ? എന്നോട് പറഞ്ഞത് ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിന്നാ. കള്ളം പറഞ്ഞതായിരിക്കും ആവണി. ഒന്നെങ്കിൽ മോഹനും മാളും ഒരുമിച്ചുണ്ടാവും, അല്ലെങ്കിൽ മാളും നമ്മൾ അന്വേഷിക്കണം. എന്തോ പ്രശ്നമുണ്ട്. പ്രകാശ, നീ പെട്ടെന്ന് ചെന്ന് നോക്ക്. അവൾ ഇവിടെ എവിടെയെങ്കിലും കാണും. ചെല്ലടാ, പോയി നോക്ക്. പ്രകാശ, ഞാനും വരാം. ഒരു കാര്യം ചെയ്യാം, പ്രകാശൻ ഒരു വഴിക്ക് അന്വേഷിക്കേ. ആവണി, നീ എൻ്റെ കൂടെ വാ, നമുക്ക് പോവാം. ബാ ബാ. ഞാനും പോയി നോക്കട്ടെ അച്ഛമ്മ. വേണ്ട മോനെ, അവിടെ പോയി നോക്കിയിട്ട് വരട്ടെ. ഇവിടെ ചെറുക്ക ഒന്നിനെ കാണാഞ്ഞിട്ടാണ് നോക്കാൻ പോയത്.
ഇനി നീയും കൂടി പോയിട്ട് വേണം അന്വേഷിച്ചു വരാൻ. ഞാൻ മാളിനെ നോക്കാൻ പോയവരെ കാണില്ലല്ലോ. വരൂ അച്ഛമ്മേ, അവരിപ്പോ പോയതല്ലേ ഉള്ളൂ. പ്രകാശം മാളു എവിടെ? ഞാൻ ഈ വഴിയെല്ലാം നോക്കി, ഇവിടെ ഒന്നും കാണാനില്ല. ഈശ്വരൻ, എന്റെ കൊച്ചിത് എവിടെ പോയാവോ? പ്രകാശ, അവളെ കണ്ടോ? കണ്ടില്ല ഏട്ടത്തി. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് പരിചയമുള്ള ഒരു പോലീസ് ഓഫീസറുണ്ട്. പുള്ളിക്കാരിയെ ഞാൻ വിളിക്കട്ടെ? ഈ പോലീസ് എന്നൊക്കെ പറഞ്ഞ വല്ല പ്രശ്നമാവോ? ഒരു കുഴപ്പമില്ല അമ്മ. പുള്ളിക്കാരി ആണെങ്കിൽ നമുക്ക് മാളുവിനെ മോഹനെയൊക്കെ കണ്ടുപിടിക്കാൻ സഹായിക്കും. എന്ന് വിളിക്കേച്ചി. ഹലോ മോളി, ഞാൻ സുധയാണ്. ചെറിയൊരു പ്രശ്നമുണ്ട്. എനിക്ക് നിന്റെ സഹായം വേണമായിരുന്നു. ഞാൻ ഉള്ള സ്ഥലം ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചു തരാം. വേണ്ട വേണ്ട, നീ ഒറ്റയ്ക്ക് വന്നാൽ മതി. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഫാമിലിയാ. ശരി, ഓക്കെ. നിങ്ങൾ ആരും പേടിക്കണ്ട, അവള് വരും. മോഹനെ മാളുവിനെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡിനെ മകളെയും കാണാനില്ല. നിങ്ങളുടെ കഥ കേട്ടിട്ട് ഈ പറഞ്ഞ സാധ്യതകളൊന്നും തള്ളിക്കളയാൻ പറ്റില്ല. ഒരുപക്ഷെ നിങ്ങളുടെ എക്സാം എഴുത്ത് തടയാനായിട്ട് ആവണിയുടെ ഹസ്ബൻഡ് തന്നെ മകളെ തടഞ്ഞു വെച്ചിട്ടുണ്ടാവും. ഏയ്, എന്റെ മോനെ അങ്ങനെയൊന്നും ചെയ്യില്ല. അങ്ങനെ ചെയ്യുമെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ഓരോ സാധ്യതകളാണല്ലോ അന്വേഷിക്കുന്നത്. മോഹൻ്റെ നമ്പർ സ്വിച്ച് ഓഫ് എന്നല്ലേ പറഞ്ഞത്? അതെ. എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്പർ ഒന്ന് തരൂ. ഹലോ, ഞാൻ മോളിയാണ്. എനിക്കൊരു ഹെൽപ്പ് വേണം. ഞാനൊരു നമ്പർ അയക്കാം. അതിൻ്റെ ലാസ്റ്റ് സ്വിച്ച് ഓഫ് ആയ ലൊക്കേഷനും കോൾ ഡീറ്റെയിൽസ് എനിക്ക് വേണം. പിന്നെ ഞാൻ രണ്ടുപേരുടെ ഫോട്ടോസ് അയക്കുന്നുണ്ട്. അവർ രണ്ടുപേരും മിസ്സിംഗ് ആണ്. ദൂരെ എങ്ങും പോകാനുള്ള സാധ്യതയില്ല. നമ്മുടെ പെട്രോളിംഗ് ഉള്ളവർക്കൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കുക. ശരി, ഓക്കെ. ഇനി മോഹൻ്റെയും മാളുവിൻ്റെയും ഫോട്ടോസും അവരെ കാണാതായ നിമിഷത്തിൽ അവരിട്ടച്ച ഡ്രസ്സിൻ്റെ പാറ്റേണും കളറും എല്ലാം എനിക്ക് വേണം. ഇതൊക്കെ അവരെ കണ്ടുപിടിക്കാൻ പെട്ടെന്ന് സഹായിക്കും. സുധം, എനിക്ക് ഇവരോടൊക്കെ ഒന്ന് സെപ്പറേറ്റ് സംസാരിക്കണം. ഷുവർ, അത് ഞാൻ അറേഞ്ച് ചെയ്യാം. എനിക്കൊന്നും അറിയില്ല. അന്നേരത്തെ ദേഷ്യത്തിന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞതാ. പക്ഷേ അവൻ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. മാളു എവിടെയാ പോയെന്ന് എനിക്കറിയില്ല. വഴക്കെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ വഴക്കുകൾ ഉണ്ടാകാറുണ്ട്. എന്നിട്ടാണ് തൻ്റെ ചേട്ടൻ വീട് വിട്ടുപോയത്? ഏത് നേരം വഴക്കാ മേഡം. ഭാര്യയും ഭർത്താവും എല്ലാം വഴക്കാ. പിന്നെ അമ്പിളി എന്നൊരുത്തനുണ്ട്. അവന്റെ പേരിലാ കൂടുതൽ വഴക്ക്. ആരാ അമ്പിളി? കൊച്ചിരിക്കുമ്പോ എങ്ങനെയാ പറയാ മേഡം. മോഹനേട്ടൻ പോയത് ഏട്ടത്തിയുടെ കാര്യങ്ങൾ സഹിക്കാൻ വയ്യാതെയാണ്. മാളും ഇവരുടെ വഴക്ക് കണ്ട് സഹിക്കാൻ പറ്റാതെ പോയതെന്നാ അഭി പറഞ്ഞത്. ആരാ അഭി? മോനെ, അച്ഛനമ്മയും വഴക്കൂടാറുണ്ടോ? കുറച്ച് ദിവസമായിട്ടുണ്ട്. അച്ഛനമ്മ എന്തിനാ വഴക്കൂടുന്നത്? അമ്മ ജോലിക്ക് പോണ അച്ഛന് ഇഷ്ടമല്ല. അതെന്തുകൊണ്ടാ? അറിയില്ല, പക്ഷേ നാളെ അമ്മയുടെ PSC എക്സാം ഉണ്ട്. അമ്മ എക്സാം എഴുതാതിരിക്കാൻ അച്ഛൻ ഇവിടെ ഒളിച്ചു നിൽക്കണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. മോൻ പേടിക്കണ്ട, അച്ഛനും ചേച്ചി ഉടനെ വരും. മോൻ അകത്തോട്ട് വയ്ക്കോ, ആൻറ്റി അമ്മയോട് സംസാരിക്കട്ടെ. ശരി. ആവണി വിശ്വസിക്കുന്നുണ്ടോ മോഹനെ എക്സാം തടയാൻ വേണ്ടി ചെയ്തതാണ് ഇതൊക്കെയെന്ന്? അങ്ങനെ ചോദിച്ചാ എനിക്കറിയില്ല മാം. ഈ അമ്പിളി ആരാണ്? പറ, ആരാണ്?
അമ്പിളി എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. ഈ അമ്പിളി മോന് തീരെ ഇഷ്ടമല്ലല്ലേ? ആവണി പോയിക്കോളൂ, നമുക്ക് അവരെയൊക്കെ കണ്ടുപിടിക്കാൻ നോക്കാം. മോഹനേട്ടാ, തൽക്കാലം ഫോൺ ഓഫ് ചെയ്ത് വെച്ചോ. ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഏട്ടത്തി നാളെ എക്സാം എഴുതാൻ പോവില്ല. അതിനുള്ള പരിപാടിയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ശരിയമ്മ, ഇവിടെ പ്രശ്നമൊന്നുമില്ല. ഞാൻ വിളിക്കാം. ആ ശരിയമ്മ. നീ ഇവിടെ നിൽക്കണം, ഞാൻ എവിടെയൊക്കെ നോക്കി. അമ്മ വിളിച്ചായിരുന്നു, കുറച്ച് സംസാരിച്ചു. അമ്മയുടെ താൽക്കാലിക കാര്യമൊന്നും പറയാൻ നിൽക്കണ്ട. പിന്നെ ഇവിടുത്തെ നാണം കെട്ട പരിപാടിയൊക്കെ വിളിച്ച് പറയലല്ലേ എൻ്റെ പണി. ഇതെങ്ങാനും എൻ്റെ അച്ഛനും അമ്മയും അറിഞ്ഞാൽ പിന്നെ എന്നെ ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ സമ്മതിക്കില്ല. അതാ പറഞ്ഞത്, തൽക്കാലം പറയണ്ട. നീ അമ്മയുടെ അടുത്തൊന്ന് നിന്നേ, അമ്മ ഭയങ്കര വിഷമത്തിലാ. കേസ് ഫയൽ ചെയ്യേണ്ടെന്ന് ഉറപ്പാണോ? കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം മോളി, നോക്കാം നമുക്ക്. എല്ലാ സ്റ്റേഷനിലും ഫോട്ടോസും ഡീറ്റെയിൽസും ഞാൻ കൊടുത്തിട്ടുണ്ട്. മോഹൻ്റെ അവസാനത്തെ കോളും സ്വിച്ച് ഓഫ് ആയ ലൊക്കേഷനും ട്രാക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, മാളുവിന് വല്ല അഫെയറോ ബോയ് ഫ്രണ്ടോ അങ്ങനെ വല്ലതും? ഏയ്, മാള് കൊച്ചുകുട്ടിയല്ലേ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നിന്നോട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഇതിലും ചെറിയ കുട്ടികളുടെ എന്തോരം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിരിക്കുന്നു. അതും ശരിയാ, ഞാൻ അന്വേഷിക്കാം, ഞാൻ ചോദിച്ചിട്ട് പറയാം. ഹലോ, ഓ കിട്ടിയോ? ഗുഡ് ഗുഡ്, ഗ്രേറ്റ് വർക്ക്, താങ്ക് യു. നമുക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. മോഹൻ്റെ ഫോൺ കുറച്ച് മുന്നേ ഓണായിരുന്നു. അതെയോ? അതിൽ നിന്നൊരു കോള് പോയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ വരും. ഇതാ വന്നല്ലോ. മോഹൻ കുറച്ച് മുന്നേ വിളിച്ച നമ്പർ ഇതാണ്. ഇതിൽ നിന്നൊന്ന് വിളിച്ചു നോക്കാം. ഈ കേസ് കഴിഞ്ഞടോ. അവള് തത്ത പറയണത് പോലെ കാര്യങ്ങൾ പറയും. കുറച്ചു മുന്നേ മോഹനന്റെ ഫോൺ സ്വിച്ച് ഓൺ ആയിരുന്നു. മോഹൻ ഇവിടുത്തെ ഒരാളെ വിളിച്ച് കുറച്ചു നേരം സംസാരിച്ചു. അഞ്ജു, നിങ്ങൾ തമ്മിൽ എന്താ സംസാരിച്ചത്? എല്ലാരും പഠിച്ചിട്ടില്ല. അഞ്ജു, വളരെ മാന്യമായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. സാധാരണ എൻ്റെ രീതി ഇങ്ങനെയല്ല. മേഡം എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും അറിയില്ല. നിനക്കൊന്നും അറിയാതെയാണ് മോഹൻ നിന്റെ ഫോണിലേക്ക് വിളിച്ചത്. സുധാ, ഞാനിവളെ അറസ്റ്റ് ചെയ്യാം. ഇവക്ക് എല്ലാം അറിയാം. അഞ്ജു, നിനക്ക് എന്തെങ്കിലും അറിയെങ്കിൽ പറയ്. നീ പറയണ്ട മോളെ. മോൾക്ക് ആൻറ്റിയോട് എന്തെങ്കിലും പറയാനുണ്ടോ? മോള് പേടിക്കണ്ട. മോള് ധൈര്യമായി പറഞ്ഞോ. മോൾ ആരും ഒന്നും ചെയ്യില്ല. വല്യച്ഛൻ ഇവിടെ വന്നിരുന്നു.
വല്യച്ഛനും എന്തൊക്കെയോ സംസാരിച്ചു, പക്ഷെ അത് എന്താണെന്ന് ഞാൻ കേട്ടില്ല. വല്യച്ഛൻ തിരിച്ചുപോയി. ഞാനിത് അമ്മയോട് ചോദിച്ചു. വല്യച്ഛനെ അമ്മയും സംസാരിച്ച കാര്യം ആരോടും പറയരുതെന്ന് പറഞ്ഞു. ഞാൻ പറയുന്ന പറഞ്ഞപ്പോൾ അമ്മ എന്നെ തല്ലി. പറയഞ്ചു, എന്താ നടന്നത്? പറയടി. മോഹനേട്ടൻ വന്നിരുന്നു. ഏട്ടത്തി നാളെ എക്സാം എഴുതാതിരിക്കാൻ വേണ്ടി മാറി നിൽക്കുക. എല്ലാവരും ഏട്ടത്തിക്ക് നേരെ തിരിഞ്ഞത് മോഹനേട്ടൻ വരാതിരിക്കുന്നുള്ള പേടിയിലാണ്. അത് മോഹനേട്ടൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഏട്ടത്തി എക്സാം എഴുതാതിരിക്കാൻ മോഹനേട്ടൻ എന്തും ചെയ്യും. ഞാനും ചെയ്യും. നീ എന്തിനാണ് ഇവരെ ദ്രോഹിക്കുന്നത്? ഇവരെ എനിക്ക് ഇഷ്ടമല്ല, അത് തന്നെ കാരണം. മോഹൻ ഇപ്പൊ എവിടെയാ? എവിടെയാണെന്ന് അറിയില്ല. ഇടയ്ക്ക് വിളിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ തിരക്കും. അപ്പൊ മാളു മോഹന്റെ കൂടെ ഉണ്ടോ? അറിയില്ല, അത് ചോദിക്കാൻ പറ്റിയില്ല. മോഹനെ മാത്രം കാണാതായെന്ന് അറിഞ്ഞാൽ ആവണി എന്തായാലും പരീക്ഷ എഴുതാൻ പോകും. അതവനറിയാം. അതുകൊണ്ട് അവൻ മാളുവിനെ ഒളിപ്പിച്ച് വെച്ചത് തന്നെയാ. ഇനി മോഹനം വിളിക്കുമ്പോ ഞാൻ പറഞ്ഞു തരുന്ന പോലെ പറയണം കേട്ടോ. കേട്ടോന്ന്? കേട്ടു. കുട്ടിക്കാലം മുതലേ ഒരുമിച്ച് കളിച്ചു തുടർന്നവരാണ് മാഡം ഞാനും ആവണിയും. അതൊക്കെ ശരി തന്നെ, പക്ഷെ മോഹൻ തന്നെ ഒരു വില്ലനായിട്ടാണ് കാണുന്നത്. തന്റെ മനസ്സിലെ കാര്യം അറിയാൻ ചോദിച്ചതേ ഉള്ളൂ. മോളി, ഇനി ഒരു പക്ഷെ മോഹൻ മാളുവിനെ പിടിച്ചു വെച്ചിട്ടില്ലെങ്കിലോ? നമ്മളല്ലാതെ തന്നെ അന്വേഷിക്കുന്നുണ്ട്. നൈറ്റ് പെട്രോളിംഗ് ടീമിന്റെ അടുത്ത് നമ്മൾ ഫോട്ടോസും കൊടുത്തിട്ടുണ്ട്. മോഹൻ തന്നെ ആയിരിക്കും ഇതും ചെയ്തിരിക്കുന്നത്. അയാളത് ചെയ്യും മാഡം, അയാളത് ചെയ്യും. പറഞ്ഞു തന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. കോൾ എടുക്ക്, സ്പീക്കറിൽ. ഹലോ. ഹലോ. എന്താ അവിടുത്തെ അവസ്ഥ? ഇവിടെ കുഴപ്പമൊന്നുമില്ല ഏട്ടാ. ഏട്ടത്തി എക്സാം എഴുതാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. ഇനി ഏട്ടൻ വന്നാലും എക്സാം എഴുതില്ല എന്നാ പറഞ്ഞത്. ഞാൻ തോറ്റു പോവില്ല. അവൾക്ക് ഞാൻ ആരാണെന്ന് ശരിക്കും മനസ്സിലാക്കി ഞാൻ കൊടുക്കുന്നുണ്ട് അവൾക്ക്. ഏട്ടൻ തിരികെ വാ. ഇവിടെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അമ്മ ഏട്ടനെ കാണാതെ വയ്യാണ്ടിരിക്കുക. അല്ല, ഇപ്പൊ ഞാൻ വന്ന അവളുടെ മൈൻഡ് മാറോ? ഇല്ല, ഏട്ടത്തി കരഞ്ഞോണ്ട് അമ്മയ്ക്ക് വാക്ക് കൊടുത്തു, ഇനി ജോലിക്കൊന്നും പോകുന്നില്ലാന്ന്. അതൊന്നും കാണാൻ പറ്റിയില്ലല്ലോ. എന്തായാലും ഞാൻ വരാം. എല്ലാവർക്കും വിശ്വാസമായില്ലേ? ആമയുടെ എക്സാം മുടക്കാനായിട്ട് മോഹൻ ഏതറ്റം വരെയും പോകുമെന്ന്. ഒരു ക്രിമിനൽ മൈൻഡാണ് അവന്. എന്റെ
എന്റെ മോൾ എവിടെ? എനിക്കറിയില്ല. എന്റെ മോൾ എവിടെ പറയാൻ? എനിക്കറിയില്ല. വെറുതെ കളിക്കരുത്. എന്റെ കുഞ്ഞെവിടെയെന്ന് പറയാൻ. എനിക്കറിയില്ല. നീ എന്തൊക്കെയാ പറയണേ? നീ വീട് എനിക്ക് കൊച്ചെവിടെ? അമ്മ എനിക്കറിയില്ല. പരീക്ഷ എഴുതിക്കില്ല എന്ന് താൻ പറഞ്ഞപ്പോ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. അമ്മ എനിക്കറിയില്ല. എനിക്ക് പരാതിയുണ്ട് മാഡം. ഇയാൾ എന്റെ മോളെ ഒളിപ്പിച്ചിരിക്കുന്നത്. നാളത്തെ എന്റെ പരീക്ഷ എടുത്ത് മുടക്കാൻ വേണ്ടി ഇയാൾ മനഃപൂർവ്വം ചെയ്യുന്ന ഇതൊക്കെ. പറയടോ, എന്റെ മോളെവിടെ? എനിക്കറിയില്ല. മാളൂന് എന്താ പറ്റിയേ? മോഹന, അകത്തോട്ട് വന്നേ, കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പോലീസുകാരെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം കിട്ടിയാലേ ഞാൻ സത്യം പറയുള്ളൂ. വരും മോഹൻ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. മാഡം, സത്യമായിട്ട് മാളു എവിടെ എന്നുള്ള കാര്യം എനിക്കറിയില്ല. താൻ വന്നേ. അമ്മ, എന്റെ മോള്. മോഹൻ ഇരിക്ക്. ഇനി എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു രക്ഷയില്ല. തെളിവുകളെല്ലാം മോഹനെതിരാണ്. മാഡം, എനിക്കൊന്നും അറിയില്ല. എന്ത് തെളിവ്? പലതവണ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ആവണിന്റെ എക്സാം മുടക്കാൻ നിങ്ങൾ ഏതറ്റം വരെയും പോകുന്നു? പറയടോ. പറഞ്ഞിട്ടുണ്ട്. പല മാർഗങ്ങളും നിങ്ങൾ കളിച്ചു നോക്കി, ഒന്നും നടന്നില്ല. ലാസ്റ്റ് നിങ്ങൾ സ്വന്തം മകളെ തന്നെ ഒളിപ്പിച്ച് വെച്ച് ഭാര്യയുടെ എക്സാം മുടക്കാൻ നോക്കിയില്ലേ? അയ്യോ അയ്യോ മാഡം, അങ്ങനെയൊന്നുമില്ല. അവയുടെ എക്സാം മുടക്കാൻ വേണ്ടി ഞാൻ മറന്നിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ എൻ്റെ മോളുടെ കാര്യം അതൊന്നും എനിക്കറിയാൻ പാടില്ല. സത്യമായിട്ട് എനിക്കറിയില്ല മാഡം. ചില പ്രതികൾക്കൊരു വാശിയുണ്ട്, എത്ര ചോദിച്ചാലും സത്യം പറയില്ലെന്ന്. നിങ്ങളും ആ ഗണത്തിൽപ്പെട്ടതാ. നാളെ 9 മണി കഴിഞ്ഞാലും നിങ്ങൾ വാതർക്കൂടെന്ന് എനിക്കറിയാം. അതിന് മുന്നേ ഞാൻ സത്യം പുറത്തു കൊണ്ടുവരും. അയ്യോ മാഡം, ഇതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല. മാഡം എന്നെ ഒന്ന് വിശ്വസിക്കേ. മാഡം, സത്യമായിട്ട് എൻ്റെ മോളുടെ കാര്യമൊന്നും എനിക്കറിയില്ല മാഡം. പ്രകാശൻ, ആവണി, അവനെന്തെങ്കിലും പറഞ്ഞോ? മാളു എവിടെയാണെന്ന് അയാൾക്കറിയില്ല. അവൻ പഠിച്ച കള്ളനാണ്. അല്ല, ഈ കാര്യത്തിൽ അയാൾ പറയുന്നത് സത്യമാണ്. മാളു മറ്റെവിടെയോ ആണ്. എന്റെ മോളിത് എവിടെ പോയി? അവണി, അർജന്റായിട്ടൊരു മിസ്സിംഗ് കേസ് ഫയൽ ചെയ്യണം. മാളു ഈസ് മിസ്സിംഗ്. കംപ്ലൈന്റ് കൊടുക്കാം.